ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയായ ഒരു വീഡിയോ ആണ് ഞാൻ ഈ സൈഡിൽ പ്ലേ ചെയ്യുന്നത്. കൊല്ലത്ത് മഞ്ജുമോൾ തോമസ് എന്ന് പറഞ്ഞ അധ്യാപിക, ഹയർ സെക്കൻഡറി അധ്യാപിക, അവരുടെ ഭർത്താവിൻ്റെ അമ്മയെ അതിക്രൂരമായിട്ട് വലിച്ചെറിഞ്ഞ് തല്ലി. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ട സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൈ കിട്ടിയ ചള്ളടിച്ച് പൊട്ടിക്കാൻ തോന്നി. ഉള്ള കാര്യം പറയാലോ, മൂന്നടിച്ച് പൊട്ടിക്കാനാണ് തോന്നിയത് ആ പെണ്ണിൻ്റെ. പിന്നെ ഈ സ്ത്രീ ആയതുകൊണ്ടുള്ള കുറേ ഫ്രീ എന്താ പറയുക, കുറേ നിയമപരമായിട്ടുള്ള കുറച്ച് ആനുകൂല്യങ്ങളുണ്ട്. ഇവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും വലിയ വിഷയമല്ല എന്നുള്ളത്. അത് കൃത്യമായി അറിഞ്ഞ് യൂസ് ചെയ്യുന്ന ഒരു ബോൺ ക്രിമിനലാണ് ഈ മഞ്ജുമോൾ തോമസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് എവിടെ അറിയോ, ഈ ലേഡി അവരുടെ കുട്ടികളെ വെച്ചിട്ടേ ആ വയസ്സായ അമ്മയെ പിടിച്ചടിപ്പിക്കണേ, കുട്ടികളോട് പോയി തല്ലാൻ പറയണേ. ഇവളെ പോലീസുകാർ ഇനി നിയമപരമായിട്ട് കോടതിയും പോലീസൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പം തന്നെ പലരും പറഞ്ഞു തുടങ്ങി അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിരിക്കാം, അതൊരു മെൻ്റൽ ഡിസോർഡർ ആയിരിക്കാം. ഒലക്കേൻ്റെ മൂടാണ്. അടിക്കരുത്, ചള്ള നോക്കി ഒരൊറ്റ കുത്താണ് കൊടുക്കണം. പല്ലും ചെറിയും ചുണ്ടും സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഡിപ്രഷനും മാറി അവിടെ ഇരിക്കും. ബോൺ ക്രിമിനൽ മെൻറ്റാലിറ്റി, അതാണ് ഇതിന് പറയാനുള്ളത്. കാരണം ഈ ലേഡി പഠിപ്പിക്കുന്ന സ്കൂളിലെ 1-2 കുട്ടികളടക്കം എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നതെന്നറിയോ, കഷ്ടമാണ് ചേട്ടാ ഞങ്ങളുടെ അവസ്ഥ. ഇന്നലെ ഒരുപാട് വീഡിയോസ് ഇതിന് റിലേറ്റഡ് ആയി കണ്ടപ്പോഴും മനസ്സിലായത് ഇവർക്ക് ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് സാധാരണ നമ്മൾ കാണുന്ന ഒരു അമ്മായിയമ്മ മരുമകൾ ആ സീനൊന്നുമല്ല. പൈസ വേണം, സ്വത്ത് വേണം. ഭർത്താവിനെ വരെ അലക്കുകല്ലിട്ട് തുണി അടിക്കുന്ന പോലെ അടിച്ചിട്ടുണ്ട് ഈ ഒരു സാധനം. ഈ താടകന് എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിച്ച് നോക്ക്. സോറി ടു സേ ദിസ്, കാരണം ഇവരെ എല്ലാ സ്ത്രീകളെ കൂട്ടത്തിലും കൂട്ടാൻ പറ്റില്ല. ഇമാതിരി ഗുണ്ടായിസം കാണിക്കുന്ന ഗുണ്ടിനികളെ എങ്ങനെ കൂട്ടാൻ പറ്റും ബാക്കി സ്ത്രീകളെ കൂട്ടത്തിൽ? ബോംബെയിൽ ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞത് റോക്കി ബായിയാ. റോക്കി ബായിൻ്റെ ഫീമെയിൽ വേർഷനായത്. വല്ലാത്തൊരു സാധനം തന്നെ ഡേ. എന്താണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോയിൽ പറയാനുള്ള ഒരു കാര്യം, ഈ വീഡിയോ എടുത്ത വ്യക്തിക്കെതിരെ അതിരൂക്ഷമായ തെറിവിളി, ഭയങ്കര രൂക്ഷ തെറിവിളിയാണ് ഈ വീഡിയോ എടുത്ത് നടക്കുന്നത്. നിനക്ക് നട്ടല്ലടാ, നീ ആണല്ലടാ, നീ മറ്റവനല്ല, നീ വീഡിയോ എടുത്ത് നോക്കിയിരുന്നില്ലടാ, പാവ അമ്മയടിക്കുന്നത്, നീ ഏതടാ തെണ്ടി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത ആളെ വെട്ട് വിളിച്ചുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയ. പക്ഷെ വീഡിയോ എടുത്ത ആൾ കൃത്യമായ ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. വീഡിയോ എടുത്ത വ്യക്തി എന്താ പറയുന്നത് കേട്ടോ. ഈ അമ്മയെ ഉപദ്രവിച്ചിരിക്കുന്ന വീഡിയോ എടുത്തത് ഞാനാണ്, ഞാനിവിടെ ഫാമിലി സുഹൃത്താണ്. അപ്പം പലരും ചോദിക്കും വീഡിയോ എടുത്തപ്പം പ്രതികരിച്ചുകൂടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇവരുടെ ഭാഗത്ത് വരുന്ന ഈ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്രിമിനൽ മെൻറ്റാലിറ്റിയിലുള്ള പ്രവർത്തികൾ, അതിന് എവിഡൻസ് വേണം. നമ്മളിപ്പോൾ ഈ വിഷയം ഇത്രയും സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത അല്ലെങ്കിൽ പോലീസ് നടപടിയിലേക്ക് പോയത് ഇതിനകത്ത് കൃത്യമായ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടായിട്ടാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും നടപടിയിലേക്ക് വരത്തില്ല. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായി ഈ സ്ത്രീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനൊന്നും ഈ പറയുന്ന പോലെ നമുക്ക് ഐ വിറ്റ്നസ് എന്നല്ലാതെ രീതിയിൽ എനിക്ക് പറയാമെന്നല്ലാതെ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഡിജിറ്റൽ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാനില്ലായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വിഷയങ്ങളിൽ കൃത്യമായി ഞാനിവിടെ പ്രസൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നുകൊണ്ടും ഈ വീഡിയോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഇതിനകത്തൊരു നടപടിയിലേക്ക് പോകാൻ കാരണം. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയെ, വീഡിയോ എടുത്ത വ്യക്തിയെ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വ്യക്തി പല സാഹചര്യങ്ങളിലായിട്ട് അവരുടെ വീട്ടിൽ ഈ കേസുകളിൽ ഇടപെട്ട ഒരാളാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവരുടെ 2 പേരുടെയും 2ാമത്തെ വിവാഹമാണ്. ഈ സ്ത്രീ വന്ന് കയറിയത് മുതൽ സ്വത്ത് ചോദിച്ച് ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയും എടുത്തിട്ട് അലക്കി അടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസുകാരടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തും പോലീസുകാരടുത്ത് കള്ളക്കേസ് കൊടുത്തും ഈ ഏത് പ്രശ്നം ഉണ്ടാക്കിയാലും മൊബൈൽ ഫോൺ പൊക്കിപ്പിടിച്ച് ഭർത്താവിനെതിരെ വീഡിയോ എടുത്ത് ഭർത്താവിനെതിരെ പോയി കംപ്ലൈൻറ്റ് കൊടുക്കും. ആ തരം ഗുണ്ടായിസം ചെറ്റത്തരം കാണിക്കുന്ന ഒരു എന്താ പറയുക, തേർഡ് റേറ്റ് ഗുണ്ടിനി, അതാണ് അവരെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം ഞാൻ ഒരാളെക്കുറിച്ചും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇന്നലെ എനിക്ക് ഈ വിഷ്വൽസ് കണ്ടതും, അതായത് അവരവരുടെ കുട്ടികളെ ഉപയോഗിച്ച് ആ ലേഡിയെ തല്ലിച്ചത് മുതൽ, ആ അമ്മയെ ആ ചെറിയ കുട്ടികളെ കൊണ്ട് തല്ലിച്ചത് മുതൽ അപ്പം തുടങ്ങിയ ദേഷ്യം. ഞാൻ ഇന്നലെ മുതൽ ഇത് തെരഞ്ഞുകൊണ്ടേയിരിക്കുക, എവിടെന്നെങ്കിലും സോഴ്സ് കിട്ടുമോ, പറയുമോ, അങ്ങനെ അവരുടെ വീടിനടുത്തുള്ള ആളുകളും ഇവർ പഠിപ്പിച്ച കുട്ടികളുമായിട്ട് കുറേ പേര് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്പർ 1 ഗുണ്ടിനി, അതാണ് പറയാനുള്ളവരെക്കുറിച്ച്. ഇനി പോലീസുകാരുടെ ഭാഗത്തുനിന്ന് നല്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. നല്ല വീഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഈ വിഷ്വൽ എടുക്കാൻ അയാൾ അവിടെ ഉണ്ടായി. ഇയാൾ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ആ അമ്മയെ പിടിച്ച് ഉന്തലിന് അവർ വീണ് തല വല്ലതും പൊട്ടി അവിടെ കിടന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പോലീസുകാർക്ക് ഇത് അറിയാം, ഓൾറെഡി അറിയാം എന്ത് ഇവിടെ എങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഈ സ്ത്രീ ആ വീട്ടിൽ ആ അമ്മയെ ഉപദ്രവിക്കുന്നുണ്ട്, ആ ഭർത്താവിനെ ഉപദ്രവിക്കുന്നുണ്ട്.
കേട്ടോ. സംഭവം ഇത് ഏകദേശം ഒരു വർഷത്തിനിടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ മോൻ്റെ വൈഫാണ്. അവർ ബോംബെ സെറ്റിൽഡ് ആയിരുന്നു. അവർ രണ്ടാമത് ഇയാൾ കല്യാണം കഴിച്ചതാണ്. ഈ അമ്മയുമായിട്ട് ഈ സ്ത്രീ പലപ്പോഴും വഴക്കുണ്ടാവാറുണ്ട്. വഴക്കുണ്ടാവാറുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മൾ ഇടപെടും, അത് സോൾവ് ചെയ്ത് വിടും. പക്ഷേ ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവരുടെ അമ്മയുടെ കൈയും കാലും ഒക്കെ മുറിവുണ്ടായി, ഈ വിഷയം ഉണ്ടായി, ഇവിടെ പരാതി വന്നു. സ്ഥിരമായിട്ടുള്ള നമ്മുടെ ശ്രദ്ധയിൽ ഒരു വർഷത്തിനിടയ്ക്ക് ഏകദേശം 4 പ്രാവശ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇടപെട്ട് പലപ്പോഴും സോൾവ് ചെയ്ത് പിന്നീട് കുറച്ച് നാൾ വിഷയങ്ങളൊന്നും ഉണ്ടാവാതെ ഇരുന്നിട്ടുണ്ട്. അയ്യോ സാർ എന്തിന് സോൾവ് ചെയ്ത് വിട്ടു? എനിക്ക് അറിയാൻ പാടില്ലാത്തത് എന്തിനാണ് സോൾവ് ചെയ്ത് വിട്ടത്? ആ അമ്മയുടെ ജീവൻ അവിടെ നിന്ന് പോയതെങ്കിലോ, ആ ഭർത്താവിനെ അവർ തല്ലി കൊന്നിട്ടുണ്ടായിരുന്നെങ്കിലും, ആ ഭർത്താവാണ് ആ സ്ത്രീക്കെതിരെ ഒരു വാക്ക് മിണ്ടിയതെന്നോ അല്ലെങ്കിൽ ഒരു അക്ഷരം കൈ പൊക്കി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചകത്തിടൂ. കോംപ്രമൈസിന് വരുമോ സാറ്? ഇല്ലല്ലോ. പിന്നെ ഈ ലേഡിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണി, അതേപോലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കള്ളക്കേസ് കൊടുക്കൽ, വനിതാ കമ്മീഷനിൽ കൊണ്ടുപോയി കള്ളക്കേസ് കൊടുക്കൽ, പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസ് കൊടുക്കൽ, ഹസ്ബൻഡിനെതിരെ, ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കെതിരെ. കാരണം എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, സ്മാർട്ട് ലേഡിയാണല്ലോ, ടീച്ചറല്ലേ, വലിയ ഡിഗ്രിയൊക്കെ ഉള്ള ആളാണ്, പക്ഷെ ലേഡി ഗുണ്ടിനിയാണ്. ആ അവസ്ഥ തന്നെയാണ്. ഇത് ഇന്നലെ പുറത്ത് വന്ന ഈ വിഷ്വൽസ് 1 വർഷം മുമ്പ് നടന്ന കാര്യമാണെങ്കിൽ പോലും അങ്ങനെയാണ് പറയുന്നത്. പലരും പറയുന്നത് അവരുടെ വീട്ടിൽ, ഇപ്പോൾ പോലീസ് തന്നെ പറഞ്ഞല്ലോ, നിരന്തരമായിട്ട് അവരുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ലാതെയും ഒരുപാട് കുറേ വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് റീസെൻ്റായിട്ട് നടന്നത് തന്നെയാണ്. ഈ വർഷത്തിൻ്റെ പഴക്കമൊന്നും ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കേസ്, എന്തായാലും സ്ഥിരമായിട്ട് ഇവരിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്നോടും പലരും പറഞ്ഞത് അത് റീസെൻ്റായിട്ട് നടന്ന സംഭവം തന്നെയാണ് ബ്രോ, അല്ലാതെ കുറേ 1 വർഷം മുമ്പ് പഴക്കമൊന്നുമില്ല. റീസെൻ്റായിട്ടും അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള മർദ്ദനങ്ങൾ ഈ ലേഡി ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ എടുത്ത വ്യക്തി, നേരത്തെ ഞാൻ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു, ആ വ്യക്തി എന്തുകൊണ്ട് ഇടപെട്ടില്ല. കാരണം ഇവർ ചെയ്യുന്നത് കണ്ടോ, ഈ അമ്മേനെ പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കും, എന്നിട്ട് ഇവർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. കണ്ടോ മഞ്ജു, കഥ തുറക്ക്, അവർക്ക് താമസിക്കണം, അവരുടെ വീടല്ലേ താമസിക്കണ്ടേ? ഏത് അനാഥാലയം? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ രാത്രിയിൽ 8:30 അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് 19 വയസ്സുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ആവശ്യമില്ല സംഭാഷണം, ഇവർ വീട്ടിൽ കയറണോ വേണ്ടേ? കയറ്റുമല്ലയോ? ഇവർക്ക് വീട്ടിൽ കയറണോ? കയറ്റാൻ പറ്റൂല്ലോ? അവരുടെ വീട്ടിൽ അവർ കയറണ്ടേ? താമസിക്കണ്ടേ? ഇതാണ് അവസ്ഥ. മിണ്ടിയും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിനെയും അമ്മേനെയും പുറത്താക്കുക. അവർക്ക് പുതിയ വീട് വേണം, ലക്ഷറി ലൈഫ് വേണം, കാറ് വേണം എന്ന് പറഞ്ഞാൽ കാറ് വേറെ മേടിച്ചു, ഇനി സ്വത്ത് എഴുതി വാങ്ങി വേറെ വീട് വെക്കണം, വലിയ വീട്. ഇതൊക്കെയാണ് ആവശ്യം 36. അല്ല വേറെ ഒന്നുമില്ല. ഇനി ഇതിനിപ്പോൾ ഈ പറഞ്ഞ മാതിരി രോഗമാണ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ടുപോയിക്കോ. ഈ മുതലിനെ പുറത്തിറക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ജാമ്യം എടുത്ത് പുറത്തിറക്കി നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോ. ആ നല്ലത്. ഇങ്ങനത്തെ മുതലുകളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വരികയെന്നുണ്ടെങ്കിൽ അവരവരെ വീട്ടിൽ കൊണ്ടുപോയി നോക്കണം, എന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ വന്നാൽ മതി. ഇമാതിരി കൂത്താടി മക്കളെ ഞാൻ പറയുന്നത് 2 പൊട്ടിച്ച് അവർ നന്നാവുന്നില്ല. പക്ഷെ 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണല്ലോ. കിട്ടിയെന്ന് അറിഞ്ഞാലേ നമുക്ക് സമാധാനം. കാരണം ഒരു തരം എന്താ പറയുക, ഞാൻ സ്ത്രീയാണ്, എനിക്ക് എന്തും ആവാം. ഞാൻ സ്ത്രീയാണ്, ഞാൻ ആരെക്കുറിച്ചും പിഴച്ച വർത്താനം പറയും, ഞാൻ ആരെയും പിടിച്ചിട്ട് അടിക്കും, എനിക്ക് ആരെയും എന്തും ചെയ്യാം, ലാസ്റ്റ് ഞാൻ പോയി കേസ് കൊടുക്കും. ഈ ലൈനിൽ ചിന്തിക്കുന്ന സ്ത്രീകളുടെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ കാണുന്ന താടക. ഇതാണ് ഞാൻ അമ്മ പറയുന്നത് കേട്ടോ. 10 പൈസ മേടിച്ചില്ല. അവള് 2 കാർ കൊണ്ടുവന്നു, പഴയ ഒരെണ്ണം. ഒരു കാറുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്വത്തിന്. ഇതിനെനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും തീർത്താല് ഈ സ്വത്ത് കൈക്കലാക്കാം. ഞാൻ എൻ്റെ രീതി പറയണം. എന്നെ കൊല്ലും, അവനെയും കൊല്ലും, എന്നെ അടിക്കും, ഇടിക്കും, എൻ്റെ മോനെ ഉപദ്രവിക്കും. അവന് ആരോഗ്യം, അവൾക്ക് ആരോഗ്യം, അവന് ആരോഗ്യം ഇല്ല. ഇപ്പം ഒന്നും തിന്നുന്നത് പോലും ഇല്ല. ഈ സ്വത്ത് വയ്ക്കാതിരിക്കാനാ ഞാൻ മക്കളുടെ പേരിൽ ഇനി അത് കൊടുക്കത്തില്ല. ഞാൻ അവർ വലുതാകുമ്പോൾ ആ അമ്മ പറഞ്ഞത് കേട്ടോ, സ്വത്ത് കൊച്ചുമക്കളുടെ പേരിൽ എഴുതി, എന്നിട്ട് ആ കുട്ടികളെ വരെ പറഞ്ഞു തിരിപ്പിക്കുകയാണ് ഈ താടകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വേട്ടാവളിച്ചി, വളിമങ്കി മോറി, ഇവിടെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ഒറ്റപ്പെടുത്തുക വേണ്ട. ടീച്ചറാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞേക്കണം, ടീച്ചർ എന്ത് കോപ്പിലെ ടീച്ചർ, ഇതാ ടീച്ചർ. ആ ടീച്ചർ ചെയ്ത പരിപാടികൾ സ്കൂളിൽ കുട്ടികൾ പറയുന്നുണ്ട്.
അത് കൃത്യമായിട്ട് കുറച്ച് കുട്ടികൾ എന്നോട് വന്ന് പറയുന്നുണ്ട്. അതിലൊരു അന്വേഷണം വേണ്ടേ? ഇപ്പോഴൊക്കെ എവിടുന്ന് ഇറങ്ങി വരുന്നേടെ ഈ കാലമാടത്തികൾ? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ ഒരു 10 ആളുകൾ നിങ്ങളെടുത്തു, ആൺപെൺ വ്യത്യാസമുള്ള 10 പേരെ നിങ്ങളെടുത്തു. ഈ 10 പേരെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള സ്ത്രീകൾ, ഇവർ കൃത്യമായി നിയമത്തിൻ്റെ വഴികൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് നിയമപരമായിട്ട് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തെറ്റി വളച്ച് തിരിച്ച് ബാക്കിയുള്ള ആണുങ്ങൾക്ക് നേരെയും ബാക്കിയുള്ള സ്ത്രീകൾക്ക് നേരെയും ഉപയോഗിച്ച് വളച്ച് വിടുന്നുണ്ട് ഇവരുടെ ക്രിമിനൽ മെൻറ്റാലിറ്റി സഹിക്കാൻ വയ്യാതെ ഒരുപാട് പേരിവിടെ സഫർ ചെയ്യുന്നുണ്ട്. കാരണം ഇവർ ഈ പറഞ്ഞ പോലെ ഒരു തരം അവർക്ക് ഈ എന്താ പറയുക, ഈ സൊസൈറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ നിയമപരമായിട്ട് കിട്ടുന്ന അവർക്കുള്ളൊരു അപ്പർ ഹാൻഡ് ഭയങ്കര ഒരു ലക്ഷറി പോലെ അവർ കാണുന്നത്. ആരും എന്തും പറയാം, ആരോടും എന്തും ചെയ്യാം, ആരെ വേണമെങ്കിലും അടിക്കാം. ഇതാണ് അവരുടെ അവസ്ഥ. ഇതിപ്പോൾ ഈ ഹസ്ബൻഡ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അയാൾ തിരിച്ച് എന്തെങ്കിലും പറയുകയോ അടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ? ഇപ്പം തന്നെ ഈ ഹസ്ബൻഡ് മദ്യപാനിയാണ്, മദ്യപിച്ച് വന്നു, ഇവ മദ്യപാനി ആയതുകൊണ്ട് കുടുംബം തകർന്നു, ഇങ്ങനെയുള്ള വേർഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ തല്ല് കിട്ടിയതായ അവിടെ ദൃക്സാക്ഷികൾ ഒരുപാട് പേര് പറയുന്നത് ഇയാളെ മേത്ത് ഷർട്ടൊക്കെ ഊരി കഴിഞ്ഞാൽ കാണാൻ വയ്യാന്നാണ്. അടിച്ച് പഞ്ഞിക്കിട്ടിട്ടുണ്ട് ഇവള് മറ്റേ ഇതിന് വല്ലതും പറഞ്ഞേക്കി, WWE റെസ്ലിങ്ങിന് വല്ലതും പറഞ്ഞേക്കി ഈ താടകച്ചീനെ. അതാ നല്ലത്. ഇമാതിരി പറയണില്ല, അവരെ മക്കൾ ആ കുട്ടികളെ കൊണ്ട് അടുപ്പിച്ചെടു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ താടകനോട് ദേഷ്യം തോന്നിയത്. അതാണ് ചെറിയ കുട്ടികളുടെ മനസ്സിൽ വരെ വിഷം ഇട്ട് കൊടുത്ത് ആ അമ്മേനെ കൊണ്ടുപോയി തല്ലിപ്പിക്കുക, എടീന്ന് വിളിപ്പിക്കുക. പന്നപ്പരട്ട പൂമോള് പറ്റൂലടേ, ഇതിനൊന്നും സഹിക്കാൻ പറ്റൂല. ഈ സാധനത്തിനൊന്നും ആരെങ്കിലും അടിച്ചു പൊട്ടിക്കും, ഉറപ്പാണ്. മൂന്നടിച്ച് പൊട്ടിക്കും, നമുക്കൊരുതൊരു ഷുവറാണ് ആരെങ്കിലും. കാരണം എന്താ, ഈ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഇതിനെ എവിടെന്നെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ചള്ളയും ചപ്പിയും പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്താലും നന്നാവാത്ത രീതിയിൽ ആരെങ്കിലും വീക്കും.